സെക്കൻഡ് ടൈം നമ്മൾ ഗോവ റോഡ് ട്രിപ്പിന് പോവാണ്. ആഫ്റ്റർ 2 വർഷത്തിന് ശേഷം നമ്മൾ ഗോവയ്ക്ക് പോവാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മളൊരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ തലശ്ശേരി എത്തിയപ്പോഴാണ് കേട്ടോ വണ്ടി ഒന്ന് നിർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ രാവിലെ പൊറോട്ടയും അപ്പവും ചിക്കൻ കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും മുട്ടക്കറിയും ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒരു 15 hours കേട്ടോ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ടോട്ടൽ 19 hours ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചു. നമ്മൾ ക്രിസ്മസിൻ്റെ 24th ഈ ട്രിപ്പ് പോകുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാസർഗോഡ് വരെയും ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ സൈഡിലൊക്കെ ഇതേപോലെ വലിയ വലിയ ബീമുകളൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് എങ്ങാനും തെറ്റിയാൽ നേരെ വലിയ കുഴിയിലേക്കാണ് നമ്മൾ വീഴുക. അപ്പോൾ ഗോവ റോഡ് ട്രിപ്പ് പോണ ആൾക്കാർ എപ്പോഴും ബാംഗ്ലൂർ ഹൈവേ വഴി പോകുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ പോയപ്പോൾ ഉണ്ടായ റോഡിൻ്റെ അവസ്ഥയും പിന്നെ പോകുമ്പോൾ കാണുന്ന ചെറിയ നല്ല ഭംഗിയുള്ള അവസ്ഥകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തലശ്ശേരി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത് ഷെട്ടീസ് ലഞ്ച് ഹോം എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്താണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടുത്തെ ചിക്കൻ ഗീ റോസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ഫേമസ് ആയ ഡിഷാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് മംഗലാപുരത്ത് വന്നാലും നഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ആ ചില്ലീസ് ചേർക്കുന്ന പറഞ്ഞാൽ അധികം എരിവില്ലാത്തത് ചില്ലിയാണ്. അത് നമുക്ക് മംഗലാപുരത്ത് അത് ചില്ലി മേടിക്കാനും കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. പ്യോർ ഗീയിലാണ് കേട്ടോ ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. മിയയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടർന്നു. ഒരു നേരം നമ്മൾ വേസ്റ്റ് ആക്കിയില്ല. ആകെ ഈ ഷെട്ടീസ് ലഞ്ച് ഹോമിൽ ഈ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ 1 hour വേണ്ടി വരും. അത് നിങ്ങൾ നേരത്തെ മനസ്സിൽ കണ്ടിട്ട് വേണം ട്രാവൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിള്ളേർ ബാക്കിലാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ് ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നത് കമ്മത്ത് റെസ്റ്റോറൻറ്റ് നിയർ ജസ്റ്റ് ഓപ്പോസിറ്റ് മുരുടേശ്വർ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇയർ വന്നപ്പോഴും നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു 7:45 കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് ഗോവയ്ക്ക് ഒരു 2.5 മണിക്കൂർ. ഇത് ബെസ്റ്റ് വെജിറ്റേറിയൻ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. മസാല ദോശയും എല്ലാ ഫുഡും നമുക്കെല്ലാം റീ ഓർഡർ ചെയ്യാൻ തോന്നും. അപ്പോൾ ഇതാണ് മുരുടേശ്വർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള തിരക്ക് കേട്ടോ. ഭയങ്കര തിരക്കാണ്. മേ ബി ക്രിസ്മസിൻ്റെ തലേന്നൊക്കെ ആയതുകൊണ്ട് ലീവാണല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ടൂർ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വഴിയിലൊക്കെ നല്ല ബ്ലോക്ക്. ഇതൊക്കെ കാരണമാണ് ഞങ്ങൾ 15 hours കൊണ്ട് എത്തണ ഗോവ ഒരു 19 hours കൊണ്ടാണ് നമ്മൾ എത്തിയത്. നമ്മൾ ആകെ ടയേർഡായിപ്പോയി. അപ്പോൾ ഇത്രയും തിരക്കായിരുന്നു പോണ വഴിക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗോവ ഹൈവേയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ പാലയോളത്താണ് നമ്മുടെ സ്റ്റേ എടുത്തിരിക്കുന്നത് ഇന്ന് രാത്രിയിലേക്ക്. നാളെ രാവിലെ നമ്മൾ വേറൊരു സ്റ്റേയിലാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ എപ്പോഴാണ് എത്തണേന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഓൺ ദ വേയിലെടുത്ത സ്റ്റേ ആണിത്. അപ്പോൾ നമ്മൾ വന്നു, വേഗം ഉറങ്ങി എഴുന്നേറ്റ് കേട്ടോ. രാവിലെ
അപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ മാറി. പിന്നെ നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പിന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റേ എടുത്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഇതിവിടെ ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. ഫാലിയോലം ബീച്ച് തൊട്ട് അടുത്ത് തന്നെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്, വെറുതെ ഒന്ന് കാണാൻ കേട്ടോ. ഇറങ്ങിയില്ല, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ട് അപ്പോൾ തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇനി പിള്ളേർക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂളിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. പാർക്കിംഗ് കണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. ഹോട്ടലിൽ നമുക്ക് പോയി നോക്കാം എങ്ങനെയായിരിക്കുന്നത്. നല്ല ഹോട്ടലാണെന്നാണ് റിവ്യൂസൊക്കെ കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കടലിനോട് ചേർന്നിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ഈ പാർക്കിങ്ങിൽ എന്തായാലും ഇട്ടേ പറ്റും. കണ്ടോ ഇവിടെ തന്നെ എല്ലാവരും പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. തേങ്ങയുണ്ടോ? തേങ്ങ ഇല്ല. ലൈറ്റൊക്കെ ഉണ്ട്. പാർക്കിങ്ങൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കും. നിറച്ച് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ഇത് ഡോക്ടർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവയിലേക്ക് വന്നേക്കാണ് അല്ലേ? രൺബീർ കപൂറിന്റെ പോലെ ഉണ്ട് ഇപ്പൊ. അയ്യോ, ഹോട്ടലിലേക്ക് പോണ വഴിയാട്ടോ. രാത്രി വന്നാൽ എന്തായാലും നമുക്ക് പേടിയാവും. ഇത് ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഈ എൻട്രൻസേ പറ്റുള്ളൂ, ഫ്രണ്ടിൽ കൂടെ ഒന്നും പറ്റില്ല. വ്യൂ സൂപ്പറാണ് കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ വ്യൂ കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? ഓ, ഇവിടെ ഒരു സ്പായൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്. യെസ്, ക്രിസ്മസ് കേക്ക്. Roasted almond, hot pepper, pili, mashed. So, the snacks and the drinks on this table is complimentary.
swimming pool like that I read. Like for if you are booking for like this will be open, right? Yeah. Then here is one cupboard with a safe locker. Okay, okay. Here is the washroom with all the sanitary utensils. And here is a private jacuzzi. Yeah. She will only stay when there is a swimming pool or jacuzzi. And ഞാൻ കാണിച്ചാൽ എടുത്ത ഇതാണ് ഇനി മുതൽ നമ്മുടെ വീട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോണില്ല. ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. ഹോട്ട് പെരി പെരി കാഷ്യൂ, റോസ്റ്റഡ് സോൾട്ടഡ് പിസ്താഷ്യോ, റോസ്റ്റഡ് സോൾട്ടഡ് ആൽമണ്ട്സ്. പിന്നെ ഇതാരാ കേക്ക് പൊട്ടിച്ച് ചോദിച്ചേ? നീയേ? കേക്ക്, ക്രിസ്മസ് കേക്ക്. നീ ആദ്യക്കൂട്ടനും ഗോവൻകാരായി മാറി. ഓ, കേക്ക് ആരടി പകുതി എടുത്തോണ്ടോയേ? അത് റമ്മിട്ടിട്ട കേക്കായിരുന്നു. ഇറ്റ്സ് കണ്ടെയ്നിങ് ആൽക്കഹോൾ. കുഴപ്പമില്ല, കുറച്ചുണ്ടാവുള്ളൂ. സൂപ്പർ ഫുഡ് ഞാൻ കഴിക്കാൻ കൊണ്ടിട്ടാ. ഇത് എന്നൊരു ചില്ലി ചിക്കൻ എന്നും പിന്നെ ഒരു പൊറോട്ട അല്ലത്, ചീസ് ചീസ് ഗാർലിക് നാൻ. ചീസ് ഗാർലിക് നാൻ, പിന്നെ 3 പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ ഭംഗിയുണ്ടാവും. വൈറ്റ് ആൻഡ് ബ്ലൂ ആൻഡ് വൈറ്റ്, 2 കളേഴ്സ് മതി മിയ. വൈറ്റും ബ്ലൂവും ഭംഗിയുണ്ടാവോ മിയ? എന്റെ ഹെയർ കളർ ചെയ്തോലെയാണ്. You like it? ഞാൻ കണ്ടിട്ടില്ല. Okay. ആദ്യം എന്നുണ്ടാ ബോട്ടില്? നിങ്ങൾ ആ ബോട്ടിൽ കയറി ഒന്ന് ഇരിക്കുക, അവനൊരു സമാധാനം ഇല്ല. അവരിറങ്ങിയാലേ നമ്മളെ കയറ്റുള്ളൂ. ആദ്യം ബോട്ട് ഫുള്ള് ഇറക്കും. ദേവന്താ പോണു. മറിക്ക് ഫുള്ളുന്തിട്ട് ഇറങ്ങും. മറിക്കോ. ആ, ബോട്ട് വെള്ളത്തിൽ വീണേ കണ്ടാ. അപ്പോൾ ഗൈസ്, നമുക്ക് ചിലപ്പോൾ നല്ല സൺസെറ്റ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് വേറെ ഐലൻഡിലേക്കൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ് കേട്ടോ. ഇത്രയും സ്പേസ് ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആലോലം ബീച്ച് അറ്റത്താണ്. അവിടെ ഉള്ളവരൊന്നും അധികം ഇങ്ങോട്ട് വരുന്നില്ല. കണ്ടോ, അവിടെ ഭയങ്കര ക്രൗഡഡ് കണ്ടോ. കാണിച്ചുതരാം. കണ്ടോ, ഷാക്സും അതും ഇതൊക്കെ അവിടെയാണ്. അവിടെ കണ്ടോ, നല്ല ക്രൗഡഡ് ആണ്. നമ്മുടെ ഇവിടെ അത്ര ക്രൗഡഡ് അല്ല, കുറച്ച് പ്രൈവസി ഉണ്ട്. കണ്ടോ, കുറച്ച് ആൾക്കാർ നിൽക്കണമല്ലോ.
പറ്റും. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അല്ലേ? അല്ലേ? ഹണിമൂണാ? എന്തൊക്കെയോ ബീച്ചുണ്ട് ഇവിടെ. ബട്ടർഫ്ലൈ ബീച്ചുണ്ട്, ഹണിമൂൺ ബീച്ചുണ്ട്, അങ്ങനെ കുറേ ബീച്ചുകളുണ്ട് കേട്ടോ. നോക്കട്ടെ ഏത് ബീച്ചിലേക്കാണ് പോണേ. ബീച്ച് ഐലൻഡാണ്, ഐലൻഡ്. ഇതൊക്കെ മങ്കി ഐലൻഡാണ്, മങ്കി ഐലൻഡ്. മങ്കിയുടെ ഷേപ്പ് ഉണ്ടെന്നാ പറയണേ കേട്ടോ. കേട്ടോ ബട്ടർഫ്ലൈയുടെ ചിറക് പോലത്തെ ഷേപ്പ്. വണ്ടി ചിറകാ ഷേപ്പിലുള്ള പാറാട്ട. ഇതൊക്കെ ശരിക്കും ടോർട്ടോയ്സ് പോലെ ഉണ്ടല്ലേ ഇത്. ടോർട്ടിസ്. ബട്ടർഫ്ലൈ ബീച്ച് ഭയങ്കര ക്രൗഡഡ് ആണ് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ പേര് അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. സൺസെറ്റ് ആണ് കേട്ടോ കാണാൻ പോണത്. ഗൈസ് നമ്മളിതാ റൂമെത്തി. നമ്മുടെ ബോട്ട് ഇപ്പോൾ അവിടെ കയറ്റി വെച്ചേക്കുന്നത്. ഇതാണ് കേട്ടോ അവിടുത്തെ നൈറ്റ് വ്യൂ. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്കൊരു കോംപ്ലിമെൻ്ററി ഡിന്നർ ഇവരിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നോക്ക് നമ്മുടെ ബോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് മിയ ആദിക്കുട്ടനും ദേ അവിടെ ഇരുന്നിട്ട് സാൻഡ് കാസിൽ ഉണ്ടാക്കിയിട്ട് കളിക്കുകയാണ് കേട്ടോ. അവരവരുടേതായ ഒരു ലോകത്താണ്. അപ്പം നമ്മളിവിടെ ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. സൺസെറ്റൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇതേ ആദ്യം ഇരിക്കണുണ്ടാ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ. ആദി അവിടെ മ്യൂസിക്, ലൈവ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ ഡിന്നർ ടൈം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഫസ്റ്റ് ഡേ ഇൻ ഗോവ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.